അങ്ങനെ ഇന്നൊരു ഓഫ് ഡേ കിട്ടിയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഞാനും ഏട്ടനും ഇതും കൂടെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? ഞങ്ങൾ അമ്പലത്തിൽ സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒടുക്കലത്തെ തിരക്കായിരുന്നു. ചൂടും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സാരമില്ല, ഇന്ന് സദ്യ കഴിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ നിപ്പങ്ങ് ഞാൻ നിന്നു. മണിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി എനിക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രമാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഈ ക്ഷേത്രത്തിൽ പണ്ട് ഞാൻ സദ്യ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നാണ് ഞാൻ ഏട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അന്നാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഞങ്ങളുടെ. എല്ലാ ശിവരാത്രിയിലും ഞങ്ങളത് ഓർക്കാറുണ്ട്. അപ്പോൾ ദാ കടലപ്പായസം വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ്. കടലപ്പായസവും പഴവും പപ്പടവും എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആസ്വദിച്ച് ഞാൻ സദ്യ കഴിച്ചു. ഞാൻ കഴിച്ചു നിന്നിട്ട് ഇവള് വരുന്നില്ല കേട്ടോ. ഇവളിങ്ങനെ കഴിച്ച് കഴിച്ചിരിപ്പുണ്ടാകും. ഞാൻ പിടിച്ച് വലിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ചു. നേരെ വീട്ടിലോട്ട് പോവുകയാണ്. സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കം മസ്റ്റാണല്ലേ. അങ്ങനെ ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞാണ് ഞാനും ഏട്ടനും കൂടെ വീട്ടിലോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ കുരിപ്പ് സമ്മതിക്കുന്നില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ പോകാത്തതുകൊണ്ട് അവനെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു.